സഹോദരീ സഹോദരന്മാർക്കും ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം ചൊല്ലുന്നു. കർത്തൃദാസന്മാർക്കും വന്ദനം ചൊല്ലുന്നു. ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് ഹഗ്ഗായി പ്രവാചക പുസ്തകം 2-ാം അധ്യായം 19-ാമത് വാക്യം വേദസൂക്തം പൊതുസഭ കേൾക്കെ ഒരാൾ വായിച്ച് സഹായിച്ചാലും ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 19-ാമത് വാക്യം. From this day on I will bless you. സ്തോത്രം. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിൻ്റെ ഇന്ന് വെളിപ്പെടാൻ എന്തു ചെയ്യണമെന്ന് നമ്മൾ ചില കാര്യങ്ങൾ കഴിഞ്ഞ ചില ആഴ്ചകളിൽ ഗ്രഹിച്ചു. ദൈവം അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം ഏതെല്ലാം മേഖലകളിൽ വെളിപ്പെട്ടു ഈ ഭാഗത്ത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. സ്തോത്രം. സന്തോഷത്തോടെ കരമൊന്നുയർത്തിയെന്ന് സ്തോത്രം ചെയ്യാമോ? അനുഗ്രഹത്തിൻ്റെ ഇന്ന് വെളിപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ കീഴിൽ 1, 2, 3 ക്രമത്തിൽ ഇതിൻ്റെ ഉത്തരം തിരുവെഴുത്തിൽ നിന്ന് ധ്യാനിപ്പാൻ കൃപയിൽ ശരണപ്പെടുന്നു. ബാബിലോണ്യ പ്രവാസത്തിൻ്റെ സായാഹ്നത്തിലും ബാബിലോണ്യ പ്രവാസാനന്തരം പ്രവചിച്ച പ്രവാചക പ്രമുഖന്മാർ ആയ ഹഗ്ഗായി, സക്കറിയാവ്, ഇവർ 2 പേരും യഹോവയുടെ ആലയത്തിൻ്റെ നിർമ്മാണ വേളയിൽ കരം കോർത്തു പിടിച്ച് സെരുബ്ബാബേൽ, യോശുവ എന്നിവരോട് ഒന്നിച്ച് അവരുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ദൈവം അവരുടെ മേൽ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന് ഒപ്പം നിന്ന് പ്രവചനാത്മാവിൽ ദൈവിക ആലോചനകൾ കൈമാറിയ പ്രവാചകന്മാരാണ്. അതുകൊണ്ട് ഹഗ്ഗായി പ്രവചിച്ചതും സക്കറിയാവ് പ്രവചിച്ചതും ഒറ്റക്കാലമാകയാൽ ഈ 2 പ്രവചന ഗ്രന്ഥങ്ങൾക്കകത്തും ചേർന്ന് കിടക്കുന്നതാണ് ഈ വിഷയം. അതിൻ്റെ ചരിത്രഭാഗം യസ്രയുടെ പുസ്തകത്തിലുമാണ്. ഈ 2 പ്രവചന പുസ്തകങ്ങളും യസ്രയുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളും 2-ാം പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളും രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളും പുതിയ നിയമ ഉപദേശപരമായ ഭാഗങ്ങളും ഏകദേശം മനസ്സിൽ ഒരുപോലെ ചേർത്ത് വെച്ച് ചിന്തിച്ചെങ്കിലേ ഇന്ന് ഫിലദൽഫിയ ഓതറയിലുള്ള ദൈവമക്കൾക്ക് ഈ ആലോചന പ്രയോജനമായി വരികയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ശാന്തമായി ധ്യാനിക്കാം. ഒന്നാമത് വെളിപ്പെട്ട അനുഗ്രഹം സക്കറിയ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് അവർ നയിച്ച ദീർഘമായ ഒരു ഉപവാസമുണ്ട്. ആ ഉപവാസത്തിന് മറുപടി വെളിപ്പെട്ടത് സ്തോത്രം ഈ ദൈവിക അനുഗ്രഹമാണ്. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ദൈവം അനുഗ്രഹിച്ചാൽ, ആമേൻ, അനുഗ്രഹത്തിൻ്റെ ഇന്ന് വെളിപ്പെട്ടാൽ നാളുകളായി ഉപവസിക്കുന്ന വിഷയത്തിന്മേൽ, ആമേൻ, ആ ഇന്നിൽ മറുപടി കാണാം. ആ ഇന്നിൽ അതിനകത്ത് ഉത്തരമുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാക്കൾ, ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർ നാളുകളായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. അത് ഏതുമാകട്ടെ, സംഭവ സാഹചര്യ അവസ്ഥകളിലേക്ക് ചൂഴ്ന്നിറങ്ങാനുള്ള ദൃഷ്ടിശേഷിയുള്ള അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ള കർത്താവ് നന്നായി അവയെ ദർശിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവൻ നന്നായി കർത്താവിനെ ദർശിക്കുന്നുണ്ട്. 2, അവൻ ആ നന്നായി ദർശിച്ച കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി ദൈവം അനുഗ്രഹിക്കാൻ പോവാ. എന്താ ഇവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന? 8-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു.
ഈ 8-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾക്കകത്തെ 4-ാം മാസത്തെ ഉപവാസം എന്താണ്? 5-ാം മാസത്തെ ഉപവാസം എന്താണ്? 7-ാം മാസത്തെ ഉപവാസം എന്താണ്? 10-ാം മാസത്തെ ഉപവാസം എന്താണ്? എന്താണ് ഉപവാസം? സ്തോത്രം. ആമേൻ. ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് ഉപവാസത്തിനൊരു മറുഭാഷ കൊടുത്തിട്ടുണ്ട്. മറുഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അന്യഭാഷ അതല്ല, അത് മറുഭാഷയാ. വേറെ ഒരു ഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. അത് ആത്മതപനം എന്നുള്ളതാണ്. ആത്മതപനം. ആത്മതപന നാളുകളിലെ നിയമം എന്നീ വിഷയങ്ങൾ വിസ്തൃതിയായിട്ട് പ്രസംഗിക്കാൻ ധ്യാനിക്കാനുള്ള ഭാഗമുണ്ട്. എന്നാൽ ഞാൻ ഈ ഭാഗത്ത് മാത്രം നിൽക്കുന്നു. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 4-ാം മാസത്തിലെ ഉപവാസത്തിനും 5-ാം മാസത്തിലെ ഉപവാസത്തിനും 7-ാം മാസത്തിലെ ഉപവാസത്തിനും 10-ാം മാസത്തിലെ ഉപവാസത്തിനും ഞാൻ ഇന്ന് ഒന്നിച്ച് മറുപടി തരാൻ പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്തായിരുന്നു ഇവർ 4-ാം മാസം ഉപവസിച്ചത്? വരാൻ പുറകെ ആദ്യം ഒരു പ്രയോഗം തന്നെ എടുക്കുന്നു. ഉപവാസം. ഉപവാസം. സ്തോത്രം. ആമേൻ. തസം എന്നുള്ള ഒരു ഹീബ്രു വേർഡാണ് ഈ ഉപവാസം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത്. ആ വാക്ക് മൗത്ത് കവർ ചെയ്ത് വെക്കുക, വായ് കവർ ചെയ്ത് വെക്കുക എന്നാണ് ഹീബ്രുവിൽ. അതിൻ്റെ പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിൽ ആ വാക്ക് കൊടുത്തിരിക്കുന്നത് നെസ്റ്റിയ എന്നൊരു വാക്കാണ്. എസ്റ്റിയായോ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാം. ആമേൻ. നെസ്റ്റിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭക്ഷണം വേണ്ട. അതിൻ്റെ അർത്ഥം ഇതാണ്. വീട്ടിൽ ചെന്ന ശേഷം യോഗം കഴിഞ്ഞിട്ട് നെസ്റ്റിയായോ എന്ന് പറഞ്ഞാൽ വല്ലതും വേണം. എന്നാൽ നെസ്റ്റിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വേണ്ട. അതിൻ്റെ നിർവചനം ഇതാണ്: സ്വയമേ വേണ്ടെന്ന് വെക്കുക, വർജനമാചരിക്കുക. അപ്പം പറഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ചത് ആ കൊച്ചിനെ പട്ടിണി കിട്ടതാ. പാസ്റ്റർ പറഞ്ഞിട്ട് ഇന്ന് ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞത് അത് പട്ടിണിക്കിരുന്നതാ. സ്വയമേ എന്ത് ചെയ്യണം? വേദപുസ്തകത്തിൽ പല വിധത്തിലുള്ള ഉപവാസമുണ്ട്. രാത്രി മുഴുവനും നടന്ന് നയിച്ച ഉപവാസമുണ്ട്. വൈകുന്നേരം വരെ കഴിച്ച ഉപവാസമുണ്ട്. സ്തോത്രം. ഇനി ശാഖപദാർത്ഥം മാത്രം കഴിച്ചുള്ള ഉപവാസമുണ്ട്. പിന്നെ നമ്മുടെ ഇടയിൽ കാണുന്ന 3, 1, അരയില്ലേ ഉച്ചവരെ, അര, 1, 3, 7, 21, 40, പിന്നെ മേപ്പോട്ടും ഉണ്ട്. അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇടയിൽ ഇങ്ങനെ പല ഉപവാസങ്ങളുണ്ട്. ഉപവാസമുണ്ട്. പിന്നെ ഈ ഉപവാസത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ആഴമായിട്ടുള്ള പഠനമുണ്ട്. അതൊക്കെ അവിടെ അത് നമ്മുടെ ഈ വിഷയത്തിൽ ഒന്ന് ചുരുക്കി പറയാൻ ഇഷ്ടപ്പെടും. ഈ ഉപവാസത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ധാരാളം പ്രസംഗിക്കുന്നവരാണ് ഞങ്ങൾ. തൊണ്ടകീറി പ്രസംഗിക്കുന്ന ഉപദേശിമാരാണ് ഞങ്ങളധികം പുസ്തകം എഴുതിയിട്ടില്ല. ഉപവാസത്തെക്കുറിച്ച് പുസ്തകം എഴുതിയിരിക്കുന്ന ധാരാളം പല പുസ്തകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധിയുള്ള വലിയ ഗ്രന്ഥം ഡോക്ടർ തഗർ ഷഡ്ബർഡിൻ്റെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ്. ആ പുസ്തകത്തിനകത്ത് ഒരു ജ്യോതിഷ് തൽമൂദിൻ്റെ ഉദ്ധരണി അതിനകത്തുണ്ട്. അതിങ്ങനെയാണ്: കറുത്ത ഉപവാസം, വെളുത്ത ഉപവാസം. സ്തോത്രം. ഈ കറുത്ത ഉപവാസം എന്ന് പറയുന്നത് മലാക്കി പുസ്തകത്തിലും യോവേൽ പ്രവചനത്തിലുമൊക്കെ കറുപ്പ് ധരിച്ചാൽ, കറുത്തത് ഉടുത്ത് നടന്നാൽ എന്നൊരു പ്രയോഗമുണ്ട്. അതിൻ്റെ കറുപ്പ് ഉടുത്ത് നടക്കുന്നതാണ്. അതിന് മറ്റൊരു പ്രയോഗമുണ്ട്, രട്ട
എന്നൊരു വാക്ക് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉടുക്കുന്നത് കറുത്ത ഉപവാസം യുദ്ധത്തിൽ വലിയ പരാജയം നേരിട്ടാൽ, ജീവിതത്തിൽ വലിയ പരാജയം നേരിടുമ്പോൾ പരാജയത്തിലേക്ക് ആണ്ടുപോയ ആൾ സമൂഹം അവർ കറുത്ത ഒരു തരം ചാക്കുശീല പോലെയുള്ള രട്ട് ഉടുത്തുകൊണ്ട് അവർ ഉപവസിക്കും. യുദ്ധം ആദിയായവയിൽ നല്ല ജയം കിട്ടിക്കഴിയുമ്പോൾ വെളുത്ത തൊപ്പി മറ്റും തലയിൽ വെച്ചുകൊണ്ട് ഉപവസിക്കുന്ന ഉപവാസമുണ്ടെന്ന് തൽമൂദിയ തെളിവുണ്ട്. വൻ വിജയത്തിന്റെ വേളകളിൽ വെളുത്ത തൊപ്പി തലയിൽ ധരിച്ചുകൊണ്ടുള്ള ഉപവാസമുണ്ട്. അങ്ങനെയെങ്കിൽ കറുത്ത ഉപവാസം എവിടെ തുടങ്ങിയിട്ടുണ്ടോ ആ ഉപവാസത്തെ എൻ്റെ ദൈവം കാലത്തിൽ അതിൻ്റെ സമാപനത്തിൽ വെളുത്ത ഉപവാസമാക്കി മാറ്റിയിട്ടുണ്ട്. സ്തോത്രം. വൻ പരാജയം നിമിത്തം, വൻ വേദന നിമിത്തം, ഹൃദയത്തിന്റെ തേങ്ങൽ നിമിത്തം, ദുഃഖം നിമിത്തം, സങ്കടം നിമിത്തം വിടുതൽ കൊതിച്ചുകൊണ്ട് രട്ടുടുത്ത് ആര് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിട്ടുണ്ടോ ആ കറുത്ത ഉപവാസത്തിൽ ലക്ഷണമായ രട്ടിന്റെ കെട്ട് അഴിച്ച് അവിടെ സന്തോഷം ഉടിപ്പിക്കുന്ന അവൻ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. രട്ടിന് സമാനമായത് ഉടുത്തുകൊണ്ട് അവൻ ദുഃഖം നിമിത്തം, വേദന നിമിത്തം, വിഷയത്തിന് നടുവിൽ ഒരു വിടുതലും കാണാനില്ല എന്നുള്ള നിലയിൽ രട്ടിന് സമാനമായ ദുഃഖം നിന്റെ മേൽ നിലനിൽക്കുന്നോ? ഇന്ന് പകൽ ആത്മനിറവിൽ ഞാനൊരു പ്രവചന ദൂതായിട്ട് വിളിച്ചു പറയുകയാണ്, ആ രട്ടിന്റെ കെട്ട്, ആ രട്ടിന്റെ അരക്കെട്ട് എൻ്റെ ദൈവം അഴിക്കും, അഴിക്കും, അഴിക്കും. അത് ഉറച്ച് വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പനേര കരങ്ങളെ തട്ടി ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. എൻ്റെ രട്ടഴിയും, എൻ്റെ രട്ടഴിയും, എൻ്റെ രട്ടഴിയും. രട്ടിന്റെ കെട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിലാപമില്ലേ? ആ വിലാപത്തിന്റെ സ്ഥാനത്ത് എൻ്റെ ദൈവം വെളുത്ത തൊപ്പിക്ക് സമാനമായി അത് ധരിപ്പിച്ചുകൊണ്ട് എൻ്റെ ദൈവം സന്തോഷം ഉടിപ്പിക്കുമെന്ന് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? തീവ്രമായ ദുഃഖത്തിൽ വാടിയ മുഖത്തോടെയാണ് ഉപവാസ തുടക്കം കുറിച്ചതെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ എൻ്റെ ദൈവം തെളിഞ്ഞ മുഖത്തോടെ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക. ഈ 4-ാം മാസത്തിലെ ഉപവാസം എത്ര കാലം ഇത് നടത്തി? 4-ാം മാസത്തിലെയും 5-ാം മാസത്തിലെയും 7-ാം മാസത്തിലെയും 10-ാം മാസത്തിലെ ഉപവാസം 1-2 ദിവസമല്ല. ബാബിലോണ്യ പ്രവാസം 70 കൊല്ലമാ. 70 കൊല്ലം പ്രവാസ നാട്ടിൽ വെച്ച് പ്രവാസികളായിരിക്കുമ്പോൾ ഇവർ ഉപവസിച്ചു. എന്താ ഈ 4-ാം മാസത്തിന്റെ പ്രത്യേകത? എടുക്കാം. ഇരമ്യാ പ്രവചനം 52:6-7 ഒന്ന് വായിച്ചോ. അവിടെ കിടപ്പുണ്ട്. 4-ാം മാസം 9-ാം തീയതി ക്ഷാമം നഗരത്തിൽ, യെരൂശലേം നഗരത്തിൽ കലശലായി. അടുത്തത് കൽദയർ, ബാബിലോൺ നഗരം വളഞ്ഞിരിക്കെ മതി. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ബാബിലോണിയ പ്രവാസത്തിലേക്ക് ജനം പോയത് 3 ഘട്ടങ്ങളായിട്ടാ. അതിലെ 1-ാമത്തെ ഘട്ടം നടന്നത് ഈ 4-ാം മാസത്തിലാ. യെരൂശലേമിന്റെ മതിലിന് പൊളിച്ച്
കൽദയർ അകത്ത് പ്രവേശിച്ചത് എപ്പോഴാ? ഈ 4-ാം മാസത്തിലാണ്. സ്തോത്രം. ആമേൻ. ഈ ദിവസം ഉണ്ടല്ലോ, മതിൽ പൊളിഞ്ഞ ദിവസം അവർക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ആ മതിലിൻ്റെ കല്ലുകൾ ഇളകുന്നതും ആ മതിൽ പൊളിഞ്ഞ് കൽദയർ അകത്തേക്ക് വരുന്നതും, ആമേൻ, ആ ദുഃഖത്തിൻ്റെ തീവ്രമായ ദിവസം. ഇതുപോലെ ചില ദിവസങ്ങൾ നമുക്കില്ലേ, സ്തോത്രം, മറക്കാൻ പറ്റാത്ത ചില ദിവസങ്ങൾ. രാത്രിയാണോ പകലാണോ എന്നറിയാതെ പോയ ദിവസങ്ങൾ, രാത്രിയൊക്കെ എങ്ങനെയോ കടിച്ചുകൂട്ടി വെളുപ്പിച്ച ദിവസങ്ങൾ, ഇരുൾ മൂടിയ ദിവസങ്ങൾ, കാർമേഘ പടലങ്ങൾ വന്ന് ആമൻ മൂടിക്കെട്ടിയ ദിവസങ്ങൾ ഇല്ലേ? അങ്ങനെ ചില നാളുകളില്ലേ? അതിനെ 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂരിരുളിന്റെ താഴ്വരയാണ് അല്ലേ? ആ താഴ്വരയെ വെച്ച് തീർന്നു പോകുമെന്ന് തോന്നി. ആ താഴ്വരയുടെ മറ്റൊരു അർത്ഥം കൊടുത്തിരിക്കുന്നത് മരണ നിഴലിന്റെ താഴ്വരയാണ്. എന്നാൽ ആ താഴ്വരയിൽ നിന്നെ നിർത്താതെ, ആ താഴ്വരയിൽ നിന്നെ പാർപ്പിക്കാതെ, ആ താഴ്വരയിൽ നിന്നെ കിടത്താതെ, ആ താഴ്വരക്കകത്തൂടെ ഒരു കടന്നു പോക്ക് മാത്രം നൽകി അതിനപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇന്ന് ഈ സഭായോഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് മൗനമായിരിക്കാൻ പറ്റും? മരണ നിഴലിന്റെ താഴ്വരയിൽ നിന്ന് ഉദ്ധരിച്ചവനെ കരങ്ങളെ തട്ടി പ്രാപിച്ച ദൈവകൃപയിൽ അല്പനേരം ആത്മാവിൽ ആരാധിച്ചാട്ടെ. ചില മരണത്തിന്റെ കെട്ടുകളെ എന്റെ ദൈവം അഴിച്ച് നിന്നെ വെളിയിൽ കൊണ്ടുവന്നത്. സ്തോത്രം. നോക്കൂ, ഇതവർക്ക് മറക്കാൻ പറ്റില്ല. 2, 5-ാം മാസത്തെ ഉപവാസം എടുത്താട്ടെ. ആമേൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8, 9 വാക്യങ്ങൾ വായിച്ചു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ദാവീദ് വലിയ പ്രതീക്ഷയോടെ വട്ടം കൂട്ടി വെച്ച് സ്ഥലം മേടിച്ചു. ഒർന്നാന്റെ നിലം. ചെറുക്കൻ്റെ കാലത്ത്, സോളമൻ കുഞ്ഞിൻ്റെ കാലത്ത് ഇല്ലേ, സോളമന്റെ കാലത്ത് മനോഹരമായൊരു ദേവാലയം ഉണ്ടാക്കി. കിഴക്ക് അരുണകിരണങ്ങൾ, സൂര്യകിരണങ്ങൾ ഉദിച്ചു വരുമ്പോൾ ഈ തങ്കനിർമ്മിതമായി നിൽക്കുന്ന ആലയത്തിലേക്ക് അതിൻ്റെ കിരണങ്ങൾ തട്ടുമ്പോൾ തന്നെ സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കും, പ്രഭാതത്തിൽ സ്തുതിക്കും. ആ ഈരടിയുടെ ശരിക്കും അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ സങ്കീർത്തനകാരൻ അത് എഴുതിയതും കൂടെ ഒന്ന് ചേർത്ത് വെക്കണം. യെരുശലേമിൽ ദാവീദിൻ്റെ നഗരം, ആമേൻ, കൊട്ടാരം, സിംഹാസനം ഉള്ള ഇടം താഴെ, അവിടുന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ നല്ല സ്ഥലം ആലയത്തിന് കൊടുത്തു. ആമേൻ. ഈ സിംഹാസനം ഇരിക്കുന്ന, കൊട്ടാരം ഇരിക്കുന്ന സ്ഥലത്തേക്കാൾ നല്ലത് സിയോൺ കുന്ന. അപ്പം അത് കൊടുത്തേച്ച് അവിടെ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് സിയോനിലേക്ക് നോക്കുമ്പോൾ ആ മലയിലേക്ക് തട്ടി വന്നിരിക്കുന്ന സൂര്യകിരണങ്ങളൊക്കെ അവൻ തങ്കത്താൽ പൊതിയപ്പെട്ടിരിക്കുന്ന മനോഹരമായ ഈ ആലയത്തിലേക്ക് അങ്ങോട്ട് തട്ടുമ്പോൾ അതിൻ്റെ പ്രഭ അങ്ങോട്ട് കണ്ടിട്ടാ പാടിയത്. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ. ആ പാട്ട് മറന്നുപോയോ? മക്കളൊക്കെ ഇത് എന്തൊരു പാട്ടെന്ന് നോക്കുന്നു. ഒന്ന് അറിയാമോ? കേട്ടിട്ടില്ലേ? ഒന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഇരുന്ന് പാടുന്ന കാട്ടാം. ഒന്ന് കൂടെ പിടിക്കാമോ? സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ. പ്രഭാതഗീതമാണ്. നിന്നു പ്രകാശിക്കുന്നോനെ, നിന്നു പ്രകാശിക്കുന്നോനെ.
നോക്കണേ, ആസിയോനിലെ യെരുശലേമിലെ ദേവാലയം പെട്ടകവുമായി എവിടേക്ക് കയറി വന്നപ്പോൾ തമ്മിൽ കാണാൻ കഴിയാതെ വണ്ണം ഷെഖേന മേഘം ദൈവത്തിന്റെ പ്രത്യേക ദൈവ സാന്നിധ്യം കൊണ്ട് പുക കൊണ്ട് നിറഞ്ഞു ആലയം. മുട്ടുകുത്തി ശലോമോൻ പ്രാർത്ഥിച്ചു. കൽത്തളത്തി മുട്ടുകുത്തി എന്ന് എഴുതിയിരിക്കുന്നത്. ആ മനുഷ്യന്റെ മുട്ട് വേദനിച്ചു, എനിക്കറിയത്തില്ല. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആകാശമണ്ഡലങ്ങളെ കീറി മുറിച്ച് ഉയരത്തിലെ സത്യാഗ്നി ഇറങ്ങി വന്ന ഇടത്തെ, ആമേൻ, സ്വോത്രം സ്വോത്രം. ആ ആലയമില്ലേ, ആ ആലയം തീയിട്ട് ചുട്ട് കളഞ്ഞപ്പം അവിടെയുള്ള ആത്മീകരായവർ, ആലയവുമായി ബന്ധമുള്ളവർ, അവരുടെ ആത്മീകമായുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ളവർ, അവരുടെ ഹൃദയത്തിനകത്തുണ്ടായ വേദന ചെറുതല്ല. സ്തോത്രം. ആ വേദനയുടെ തീവ്രതയിൽ അവർ 70 കൊല്ലവും 5-ാം മാസത്തിൽ അവർ ഉപവസിക്കുമായിരുന്നു. എന്താണെന്നറിയാവോ? ഈ ആലയത്തിൽ തീ ഇങ്ങോട്ട് ആളിക്കത്തുന്നു കണ്ടപ്പോൾ ഇവരുടെയൊക്കെ ചങ്ക് തകർന്നു പോയതാണ്. അത് കണ്ട പലരും ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇടുന്ന സമയത്ത് എസ്രയുടെ പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം വായിച്ചു. മുൻപിലത്തെ ആലയം കണ്ടിട്ടുള്ളവർ അവിടെ വന്നിട്ട് അവർ കരയാൻ തുടങ്ങി. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവർ കരയാൻ കാരണം എന്തെന്നറിയാവോ? നീണ്ട 70 വർഷത്തെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് 5-ാം മാസത്തിലെ ഉപവാസം എന്താന്ന് പിടുത്തം കിട്ടിയല്ലോ. ഇനി അങ്ങ് പറഞ്ഞു തീർക്കാം. യിരെമ്യാ പ്രവചനം 41:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗദല്യാവിന്റെ മരണം തൊട്ടുപുറകെ സംഭവിക്കുന്ന കൂടെ കുറെ ആളുകളെ കുടിയിലേക്ക് തട്ടിയിടുന്ന രംഗം അധ്യായം മുഴുവനും വായിക്കേണ്ടതാണ്. അതിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്തോത്രം, ആമേൻ, അവർ ഏറ്റവും കൂടുതൽ ഭയന്ന നിമിഷങ്ങളാണ്. നെബൂഖദ്നേസർ അവിടെ ആക്കി വെച്ച ഗദല്യാവിനെ പോലും കൊന്നൊടുക്കിയ നിമിഷം. ആ കുറ്റം ഇവരുടെ മേൽ വരുമോ എന്നുള്ള ഇവർ ഭയപ്പെട്ട സമയമാണ്. സ്തോത്രം. ഏറ്റവും കൂടുതൽ ഭയത്താൽ പിടിച്ചുലയ്ക്കപ്പെട്ട സമയം. 4 ആമേൻ, സ്തോത്രം. 10-ാം മാസത്തിലെ ഉപവാസം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാം അധ്യായം 1-ാം വാക്യം മാത്രം ഒന്ന് പെട്ടെന്ന് വായിച്ചു. 10-ാം മാസം 10-ാം തീയതി സർവസൈന്യവുമായിട്ട് എന്ത് ചെയ്തു? യെരുശലേമിന്റെ നേരെ വന്നു. അടുത്തത് ആ പ്രയോഗം എടുത്ത് അതിന് ചുറ്റും എന്ത് ചെയ്തു? വാടകോരി. വാടകോരി എന്ന് പറഞ്ഞാൽ വലിയ ആഴത്തിലുള്ള കിടങ്ങ് താഴ്ത്തി. ഞങ്ങളുടെ പാലക്കാട്ടേക്ക് വന്നാൽ ടിപ്പു സുൽത്താന്റെ ഒരു മനോഹരമായ ഒരു പടയ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നൊരു കോട്ടയുണ്ട്. ആ കോട്ടയ്ക്ക് ചുറ്റും ചാടിക്കടക്കാൻ കഴിയാത്ത വലിയ ഒരു കിടങ്ങുണ്ട്, വലിയൊരു തോടുണ്ട്. അവിടെ ഇപ്പോൾ കോൺക്രീറ്റ് പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളതിലൊക്കെ ഇങ്ങനെ കയറിപ്പോകാറുണ്ട്. ആ പാലം ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ആ മനോഹരമായി കോട്ട ചമയ്ക്കുമ്പോൾ ആ പാലം വലിച്ചു വെക്കാവുന്ന പാലമായിരുന്നു. കുതിരയ്ക്ക് പോലും ചാടി വരാൻ കഴിയാത്ത നിലയിൽ വീതിയിൽ തയ്യാറാക്കിയ കിടങ്ങാണ്. കിടങ്ങ് താഴ്ത്തിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ആർക്കും കയറാൻ പറ്റത്തില്ല. അതുപോലെ ആഴത്തിലുള്ള കിടങ്ങ് താഴ്ത്തി അതിന് അടുത്തൊരു പ്രയോഗം അവിടെ എഴുതിയിട്ടുണ്ട്. തൊട്ടു താഴെ വായിച്ചോ. നിരോധിക്കപ്പെട്ടു. എന്താ നിരോധിക്കപ്പെട്ടത്? ആരാധന നിരോധിക്കപ്പെട്ടു. കിടങ്ങ് താഴ്ത്തിയാൽ പിന്നെ അങ്ങോട്ട് ആർക്കെങ്കിലും കയറാൻ പറ്റുമോ? കിടങ്ങ് താഴ്ത്തിയാൽ ആർക്കെങ്കിലും കയറാൻ പറ്റുമോ? ആമേൻ. കിടങ്ങ് താഴ്ത്തി എന്ന് പറഞ്ഞാൽ ആമേൻ, സ്തോത്രം, ദൈവാധിപത്യ ഭരണത്തിന്റെ ശിരാകേന്ദ്രമായ, ഒന്നും കൂടെ തിരിച്ചു പറയാം, അവരുടെ രാഷ്ട്രത്തിന്റെ നേതൃത്വം ഭരണശിരാകേന്ദ്രം അവിടെയാണ്. അവരുടെ മതത്തിന്റെ ഭരണ കേന്ദ്രം അവിടെയാണ്. അതിനെ രണ്ടിനെയും ശത്രു ബ്ലോക്ക് ചെയ്തത്. ആമേൻ. അവർക്ക് മറക്കാൻ കഴിയുകയില്ല. ദൈവാധിപത്യ ഭരണം അവരുടെ ഇടയിൽ നടക്കാതെ വണ്ണം അതിനെ നിലപ്പിച്ച സമയത്ത് അവർക്കുണ്ടായ വേദന വലുതാണ്.
സ്തോത്രം. എത്ര പേർക്ക് ആംക്ഷിക്കുന്നുണ്ട് ദൈവം എന്നെ ഭരിക്കണമെന്ന്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന വാക്കാണ് കർത്താവേ കർത്താവേ, ഇല്ലേ? ചിലരൊക്കെ അത് പറഞ്ഞ് തേഞ്ഞ് പോയി അത്താവേ അത്താവേ എന്നൊക്കെയായി. തേഞ്ഞത് പോയി. പണ്ട് യേശു എന്ന് വിളിച്ചത് ഇന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കുന്നത് ഷൂ എന്ന് മാത്രമേ ഉള്ളൂ. യേശു പോയി. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ സൂക്ഷിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇന്നുള്ള കാലത്തൊക്കെ സൂക്ഷിക്കണം. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരാൾ പ്രാർത്ഥിക്കുന്നത് കേട്ടു, കർത്താവ് മദ്യപാനിയും പിന്മാറ്റക്കാരനുമായി ഞങ്ങളുടെ കർത്താവേ പ്രിയ സഹോദരനായി സ്തോത്രം. അങ്ങനെ ഒന്നും ഒപ്പിക്കരുത്. സ്തോത്രം. ഇതൊക്കെ നാമത്തിന് അപമാനമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവാണോ? അദ്ദേഹം ഇടയ്ക്കൊരു കർത്താവ് വന്നേ ഉള്ളൂ. കുഴപ്പമാണ്. അസ്ഥാനത്ത് കയറുന്ന പലതും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിലൊക്കെ എന്ത് ചെയ്യണം? ജാഗ്രത, കൂടുതൽ ജാഗ്രത വേണം. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഈ വാക്യം വായിച്ചു വന്നു കഴിയുമ്പം എന്താ ഇപ്പോൾ വായിച്ചത്? ഒന്നും കൂടെ വായിച്ചേ. നഗരം എന്ത് ചെയ്തു? നിരോധിക്കപ്പെട്ടു. ആമേൻ. ദൈവാധിപത്യ ഭരണം. ഞാൻ പറഞ്ഞത് കർത്താവാണ് നാം എപ്പോഴും പറയുന്നൊരു വാക്കാണ് കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ആമേൻ എൻ്റെ രക്ഷിതാവായ ക്രിസ്തുവിനാണ് എന്നുള്ളതാണ്. ആമേൻ. കർത്താവിൻ്റെ ഇടപെടൽ ഇല്ലാതിരിക്കുന്ന കാലം അവർക്ക് മറക്കാൻ കഴിയാത്ത കാലമാണ്. അങ്ങനെയെങ്കിൽ ആ കാലത്തെ ചൊല്ലി അവർ 70 കൊല്ലം പ്രാർത്ഥിച്ചു. 70 കൊല്ലം 4-ാം മാസം പ്രാർത്ഥിച്ചതിന്, 70 കൊല്ലം 5-ാം മാസം പ്രാർത്ഥിച്ചതിന്, 70 കൊല്ലം 7-ാം മാസം പ്രാർത്ഥിച്ചതിന്, 70 കൊല്ലം 10-ാം മാസം പ്രാർത്ഥിച്ചതിന് എൻ്റെ ദൈവം അനുഗ്രഹത്തിന്റെ ഇന്നിനകത്ത് ആമേൻ സ്തോത്രം മറുപടി കൽപ്പിച്ചെങ്കിൽ ഏറിയ നാളുകളായി ഉപവസിച്ച മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, ചില വിഷയങ്ങൾക്ക് വേണ്ടി നാളുകളായി മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ കുഞ്ഞേ, ഇന്ന് ആത്മനിറവിൽ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയുകയാണ്. നിന്റെ ഉപവാസം പാടല്ല, നിന്റെ ഉപവാസം ആമേൻ സ്തോത്രം വൃഥാവല്ല. അവൻ ആ ഉപവാസത്തിന് മറുപടി നൽകി. എത്ര പേരത് വിശ്വസിക്കുന്നു? അവർ അല്പനേരം ഈ വചനം ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. അല്പസമയം ആത്മനിറവിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ ഒന്ന് ശരീരത്തെ വിട്ടുകൊടുത്താട്ട് ഇന്ന് ഈ വചനം ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്. ചില നാളുകളായി ഉപവസിക്കുന്ന, ചില നാളുകളായി പ്രാർത്ഥിക്കുന്ന, 70 വർഷം അവർ പ്രാർത്ഥിച്ചു. അത്രയായില്ല നമ്മുടെ പലരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ. നീണ്ട നാളുകൾ പ്രാർത്ഥിച്ച വിഷയം, നീണ്ട നാളുകൾ ഉപവസിച്ച വിഷയം ഒരു ചലനമില്ലാതെ കിടക്കും. 70 സംവത്സരമായപ്പോൾ എൻ്റെ ദൈവം അവൻ സ്തോത്രം ആ വിഷയത്തിന്മേൽ തൻ്റെ കരം തൊട്ടെങ്കിൽ ഇന്ന് പകൽ ആത്മനിയോഗത്തോട് ദൂത് പറയുന്നു, മടുത്തു പോകരുത്, ഉപവാസം നിർത്തരുത്, മാറ്റി വെക്കരുത്. അവൻ സ്തോത്രം അവൻ ആ ഉപവാസത്തിന് എൻ്റെ ദൈവം അതിൻ്റെ ഒരു അനുഗ്രഹം ഒന്നിച്ച് വെളിപ്പെടുത്താൻ പോകുകയാണ്. അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു. ദർശനത്തിനൊരു അവധി വെച്ചെങ്കിൽ ആ അവധിയാണ്, അത് തീരും. അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അതിലൊരു സമാപ്തിയുണ്ട്, അതിലേക്ക് നീ ചെന്നെത്തപ്പെടും. ഇന്ന് പകൽ ആ ദൂത് ഏറ്റെടുത്ത് അല്പനേരം ദൈവത്തെ ഒന്ന് ആരാധിക്കാം. എൻ്റെ ദർശന സമാപ്തിയിലേക്ക് ചെന്നെത്തപ്പെടുമെന്നുള്ള അകതളത്തിൽ അപബോധം ഇന്ന് ഈ വചനത്തിന്റെ പ്രകാശനത്തിൽ തിളച്ച് പൊങ്ങുന്നവർ ഇന്ന് ഈ വചനത്തിൽ ഉറച്ചു നിന്ന് ഈ വചനം ഏറ്റെടുത്ത് അല്പനേരം ദൈവത്തെ ആരാധിക്കാം. ആരാധിച്ചാട്ടെ ചില നിമിഷങ്ങൾ. ശക്തിയോടെ എല്ലാ മടുപ്പുകളും മാറട്ടെ, മന്ദതകൾ മാറട്ടെ, എല്ലാ കരിന്തിരികളും മുറിഞ്ഞു മാറട്ടെ, ഇടിച്ചെടുത്ത ഒലവെണ്ണയാൽ ജ്വലിക്കട്ടെ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നാളുകളായുള്ള പ്രാർത്ഥനയുടെ മറുപടി. പ്രവചന ദൂതായി ഇന്ന് ചില ഹൃദയങ്ങളെ തൊട്ട് ദൈവാത്മാവ് കൈമാറുന്ന ആലോചനയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്.
ആമേൻ. ആ ഉറപ്പോടെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.